പക്ഷെ ഇപ്പോൾ നവീൻ അവിടെ അതിഥികളുമായി തയ്യാറാണ്. നവീന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. നവീൻ, ആരാണ് കൂടെയുള്ളത്? അതായത് ചെണ്ടമേളമില്ലാതെ ഒരു ആഘോഷം ഇല്ലെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഘോര ശബ്ദം കേൾക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. അപ്പൊ അതുകൊണ്ട് ചെണ്ടമേളമായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തില് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെണ്ട സന്നദ്ധ വാദ്യോപകരണ കലാകാരന്മാരാണ് ഇപ്പൊ ഇവിടെ കേരള വിഷന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിലകൊള്ളി നിൽക്കുന്നത് എല്ലാം നിൽക്കുന്നത്. അപ്പം തുടങ്ങ പേര് അമർദേശ്. അമർദേശ്. അമർദേശ് ഏതാ ദേശം? എറണാകുളം. എറണാകുളം ദേശം. പേരിൽ തന്നെ ദേശം കൊണ്ടെടുക്കുന്ന ആളാ. അപ്പൊ ഇതിന്റെ പേരെന്താ? കുറംകുഴൽ. കുറംകുഴൽ. കുറംകുഴൽ എന്നാണ് ഇദ്ദേഹം വായിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര്. ഇത് ചെണ്ട. പേര് അക്ഷയ്. അക്ഷയ്. പ്രണവ്. പ്രണവ്. അതുൽ. അതുൽ. ഇതിന്റെ പേരെന്താ? കൊമ്പ്. കൊമ്പ്. അത് കുതിരക്കല്ലേ? കുതിരക്കൊമ്പുണ്ടോ? ഇല്ല. അതില്ല, അതാണ് കൊമ്പ്. ശ്രീഹരി. ശ്രീഹരി. താളം. ആദിത്യ. ആദിത്യ. എന്താ? വലന്തല. വലന്തല. ഇനി ഒരാൾ കൂടി ഉണ്ട്. ആ പേര് അനന്തകൃഷ്ണൻ. താളം. താളം. അപ്പൊ ഏതായാലും എറണാകുളം ജില്ലയുടെ പ്രിയപ്പെട്ട സ്കൂളിന്റെ പേര് പറഞ്ഞില്ല. സേക്രഡ് തേവര. അപ്പൊ തുടങ്ങാം നമുക്ക് ചെണ്ടമേളത്തിന്റെ ആ ഒരു സുന്ദരമായ ശബ്ദം. റെഡി? ഏതാണ്ട് ഉത്സവകാലമായതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സന്ധ്യാനേരത്ത് നമുക്ക് ഇതുപോലുള്ള സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. കാരണം നമുക്കിവിടെ ചെറിയ സമയമുള്ളൂ, വേദികൾ പോലെ അല്ല, ചെറിയ ടൈമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ആരാ നിങ്ങളുടെ ഗുരുനാഥന്റെ പേരെന്താ? എന്റെ ഗുരുനാഥൻ ഒരു ബിനീഷ് ചേപ്പനം. ഒരാളുടെ ഗുരുനാഥൻ ഓരോ ആൾക്കാരാണ്. മൊത്തം എത്ര ഗുരുനാഥന്മാരുണ്ട്? ഒരു ശരിക്കുമുള്ള പൂരത്തിന്റെ വൈബിലേക്ക് പോയി നമ്മൾ ആ ചെണ്ടയും കുറുങ്കുഴലും താളവും ഒക്കെ കേട്ടപ്പോൾ ഇപ്പോ